ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 ക്യാരക്ടർ സ്കെച്ചസ് ആണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്യാരക്ടറിനെ പറ്റി നമ്മൾ പറയാൻ പോവാണ് പെലായോ. അപ്പൊ നമുക്ക് പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. Pelayo is one of the main characters in a very old man with enormous wings by Gabriel Garcia Marquez. അതായത് നമ്മൾ നോർമലി എല്ലാത്തിലും എഴുതുന്ന പോലെ തന്നെ പെലായോ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ആണ്. അപ്പൊ ചാപ്റ്റർ എഴുതിയേക്കുന്നത് ആരാണ്? ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. He is a simple, hardworking man who lives with his wife Elisenda in a small coastal village. അതായത് അയാൾ എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ, നമ്മളെ പോലത്തെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ ഇയാൾ താമസിക്കുന്നത് ഇയാളുടെ വൈഫിന്റെയും പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്, ഒരു ചെറിയ കുട്ടിയും കൂടെ ഉണ്ട്. അവരുടെ കൂടെ ഒരു കോസ്റ്റൽ വില്ലേജ്, അതായത് ഈ ഒരു എന്താണ് കടൽ തീരത്തുള്ള ഒരു വില്ലേജിലാണ് ഇവര് താമസിക്കുന്നത്. പെലായോ ഈസ് ഷോൺ ആസ് എ റെസ്പോൺസിബിൾ ഹസ്ബൻഡ് ആൻഡ് ഫാദർ. ഇപ്പൊ പെലായോ എന്താണ്, നമുക്ക് ഈ തുടക്കത്തിലേ കാണാൻ പറ്റും എന്താണ്, പെലായോ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു അച്ഛനും നല്ലൊരു ഫാദറും ആണ്. ഓക്കെ, നല്ലൊരു അച്ഛനുമാണ്, നല്ലൊരു ഹസ്ബൻഡും ആണ്. At the beginning of the story, when he discovers the old man with wings, his first reaction is fear and confusion. അതായത് ഈ ഒരു സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ ഇയാൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, ഈ ഒരു ഓൾഡ് മാന്റെ പ്രത്യേകത എന്താണ്, അയാൾക്ക് എന്തുണ്ട്, വിങ്സ് ഉണ്ട്, ഒരു ചിറകുണ്ട്. ഓക്കെ, അപ്പൊ ചിറകുള്ള ഒരു ഓൾഡ് മാനെ കണ്ടുപിടിക്കുമ്പോൾ അയാളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പെലായോയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, പേടിയും കൺഫ്യൂഷനും ആയിരുന്നു. അയാൾക്ക് എന്താണ്, ഇയാൾ എങ്ങനെ ഈ വിങ്സ് വന്നു, പിന്നെ ഒരു വിങ്സ് ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു പേടിയും ഒരു കൺഫ്യൂഷനും ആയിരുന്നു അയാൾ ആദ്യം കണ്ടത്. He does not know what to make of his strange being and instead of helping him he locks him in a chicken coop. അപ്പൊ എന്താണ്, ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ബീയിങ്ങിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു, നമ്മുടെ പെലായോക്ക് അറിയില്ലായിരുന്നു. അപ്പോ ആ ഒരു നമ്മുടെ ഓൾഡ് മാനെ സഹായിക്കുന്നതിന് പകരം ഇയാൾ എന്താണ് ചെയ്തതെന്ന് അറിയോ, ഇയാൾ എന്ത് ചെയ്യാണ്, ഈ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിന്റെ അകത്താക്കിയിട്ട് പൂട്ടിയിടാണ്, അതായത് കോഴിക്കൂടിന്റെ അകത്ത് പൂട്ടിയിടാണ്. Pelayo quickly realizes that the old man can bring him wealth and comfort. അപ്പൊ പെലായോക്ക് പയ്യെ മനസ്സിലാവാണ് എന്ത്, ഈ ഒരു ഓൾഡ് മാനെ കൊണ്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നു മനസ്സിലാവാണ്. He and Elisenda start charging villagers to see the old man taking advantage of the situation for financial gain. അപ്പൊ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെലായോയും പെലായോയുടെ വൈഫായ എലിസണ്ടയും കൂടി എന്ത് ചെയ്യാണ്, ഈ ഒരു ഓൾഡ് മാനെ കാണാൻ വേണ്ടിട്ട് ഒരു അഡ്മിഷൻ ഫീസ് ചാർജ് ചെയ്യാണ്. എത്ര രൂപയാണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്? 5 cents ആണ്. നമ്മൾ ഓൾറെഡി നരേഷനിൽ പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, 5 cents ആണ് ചാർജ് ചെയ്തത്. അപ്പൊ ഇവരെന്താണ്, ആ ഒരു സിറ്റുവേഷൻ അവരൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് ആ ഒരു സിറ്റുവേഷൻ അവരെന്ത് ചെയ്യാനാണ്, പൈസ ഉണ്ടാക്കാനായിട്ട് മുതലാക്കുകയാണ്. ബാക്കി നോക്കാം. ബിക്കോസ് ഓഫ് ദിസ് ഹി ആൻഡ് ഹിസ് വൈഫ് ബിക്കം റിച്ച് ആൻഡ് ബിൽഡ് എ ന്യൂ ഹൗസ്. ഈ ഒരു റീസണിന്റെ പേരിൽ ഇവരെന്താണ്, കുറെ പൈസ ഉണ്ടാക്കി ഒരു പുതിയ വീട് വെക്കുകയാണ്. ഓക്കെ, ഭയങ്കര റിച്ച് ആവാണ്. ബാക്കി നോക്കാം. This reflects how people often exploit the weak and helpless for their benefit. അതായത് മനുഷ്യന്മാർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വീക്ക്നെസ് അവരെ ബെനിഫിറ്റിനായിട്ട് യൂസ് ചെയ്യണേന്നാണ് ഈ ഒരു സീൻ നമുക്ക് കാണിച്ചു തരുന്നത്. പെലായോ never shows any real kindness or curiosity towards the old man. പെലായോ ഒരിക്കലും എന്താണ്, ഒരു കൈൻഡ്നെസ് ആരോട് കാണിച്ചിട്ടില്ല, ഈ ഒരു ഓൾഡ് മാനോട് ഈ ഒരു സ്റ്റോറിയിൽ കാണിച്ചിട്ടില്ല. He does not try to understand where he came from or what he might need. അതായത് ഒരിക്കലും അയാൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാനായിട്ട് ആരും ശ്രമിച്ചിട്ടില്ല, നമ്മുടെ പെലായോ ശ്രമിച്ചിട്ടില്ല. Even when the old man is mistreated by the villagers, Pelayo does nothing to stop them. അപ്പൊ എന്താ പറയണത്, ആ ഒരു വില്ലേജേഴ്സ് മൊത്തം ഈ ഒരു ഓൾഡ് മാൻ എന്താണ് മിസ്ട്രീറ്റ് ചെയ്യായിരുന്നു അവിടെ. അതായത് ഇയാളുടെ നേരെ എന്ത് ചെയ്യുക, കല്ലെടുത്തെറിയുക, പിന്നെന്താണ് തൂവല് പറിച്ചെടുക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ പെലായോ എന്താണ്, ഒന്നും ചെയ്യാതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ആര് ഇരുന്നിരുന്നത്, പെലായോ ഇരുന്നിരുന്നത്. As time passes, he loses interest in the winged man. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പെലായോക്ക് എന്താണ്, ഇയാളിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു, അയാൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നായി പെലായോക്ക്. This shows how people can become indifferent to suffering once they no longer find it useful. Pelayo is neither truly good nor evil. He is simply an ordinary man. അപ്പൊ പെലായോ എന്താണ്, ശരിക്കും നല്ലതാണ് ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫാദർ ആണ്, നല്ലൊരു ഹസ്ബൻഡ് ആണ്. പക്ഷെ ഒരു ഓൾഡ് മാന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ്, അത് അയാൾ ശരിക്കും നല്ലൊരു മനുഷ്യനല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ബാക്കി നോക്കാം. ഹിസ് ക്യാരക്ടർ റെപ്രസെന്റ്സ് ഹൗ ഹ്യൂമൻസ് ഓഫൻ റിയാക്ട് ടു ദ unknown with fear, exploit it for gain and then forget about it once it is no longer useful to them. അതായത് ഇയാളുടെ ക്യാരക്ടർ കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്താണ് നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി കുറച്ച് നാൾ യൂസ് ചെയ്യും.
പക്ഷെ നമ്മൾ അവരെ കൊണ്ടുള്ള ആ ഒരു ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ വലിച്ചെറിയുന്നതാണ് ഈ ഒരു ക്യാരക്ടർ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പെലായോടെ ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ആണ് ഓൾഡ് മാൻ. ഇതിൽ 3 ക്യാരക്ടർ സ്കെച്ചും ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓൾഡ് മാനെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. The old man with enormous wings is the central figure in Gabriel Garcia Marquez short story. അപ്പൊ ഈ ഒരു ഓൾഡ് മാന്റെ പ്രത്യേകത എന്താണ്? ഒരു എനോമസ് വിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിന്റെ ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു സെൻട്രൽ ഫിഗർ ആണ് ആര്? നമ്മുടെ ഈ ഒരു ഓൾഡ് മാൻ. ഹി ഈസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അപ്പൊ അയാളുടെ ഒരു പ്രത്യേകത പറയാൻ റാക്ക് പിക്കറിനെ പോലെയാണ് ഡ്രസ് ചെയ്തേക്കുന്നത്. റാക്ക് പിക്കർ എന്ന് പറയുന്നത് നമ്മൾ ഈ പിച്ചക്കാരൻ അല്ലെങ്കിൽ ജങ്ക് കളക്ടർ എന്നൊക്കെ പറയില്ലേ, അവരെ പോലെയാണ് ഡ്രസ് ചെയ്തേക്കുന്നത്. എന്താണ് അവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത? അതായത് ഡ്രസ്സിൽ നിറച്ച് ഡേർട്ട് ആയിരിക്കും, കീറി പറഞ്ഞ ഡ്രസ് ആയിരിക്കും, അതാണ് പ്രത്യേകത. Okay, only a few faded hairs remain on his bald skull and he has very few teeth in his mouth. അപ്പൊ എന്താ പറയണത്? അയാളുടെ തലയിൽ എന്താണ്? ആകെ കുറച്ച് ഹെയർസ് മാത്രമേ ഉള്ളൂ. തല ഏകദേശം കഷണ്ടിയാണ്, ആ കുറച്ച് ഹെയർസും അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അയാളുടെ വായിൽ എന്തില്ല, ആ കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, his pitiful condition makes him look like a drenched great grandfather, stripping him of any sense of grandeur. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? അയാളുടെ ഒരു കണ്ടീഷൻ കാണുമ്പോൾ എന്താണ്? ഒരു നനഞ്ഞു കുതിർന്ന ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. എന്താണ്? നല്ല മുതുമുത്തശ്ശന്റെ പ്രായമുണ്ട്, നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ എന്താണ്? നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. അപ്പൊ അയാളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? പിറ്റി, ദയാണ് തോന്നുന്നത്. അയാളൊരു ഗ്രാൻഡിയർ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. നോക്കിയേ, സ്ട്രിപ്പിംഗ് ഹിം എനി സെൻസ് ഓഫ് ഗ്രാൻഡിയർ. ഗ്രാൻഡിയർ എന്ന് പറഞ്ഞാൽ മഹത്വം. അയാളെ കാണുമ്പോൾ എന്താണ്? ഒരു മഹത്വമോ കാര്യങ്ങളൊന്നും തോന്നിട്ടില്ല. എന്താണ് തോന്നുന്നത്? ദയ മാത്രമാണ് തോന്നുന്നത്. ഓക്കെ, ഹിസ് ലാർജ് ബസാർഡ് ലൈക്ക് വിങ്സ്, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, ആർ എൻടാഞ്ചിൽഡ് ഇൻ ദ മഡ്. അപ്പോൾ അയാളുടെ വിങ്സ് എന്ന് പറയുന്നതാണ് ലാർജ് ബസാർഡ്, വലിയ വിങ്സ് ആണ്, പരുന്തിന്റെ പോലുള്ള വലിയ വിങ്സ് ആണ്. മാത്രല്ല ആ വിങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, അഴുക്ക് പിടിച്ചും. പിന്നെ എന്താണ് ഹാഫ് പ്ലഗ്ഡ് എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് ആൾക്കാർ. അത് പറഞ്ഞു പോയതാണോ പറിച്ചെടുത്താണോ എന്ന് പറയാനുള്ള, ഹാഫ് പ്ലഗ്ഡ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആർ എൻടാഞ്ചിൽഡ് ഇൻ ദ മഡ്. പിന്നെ എന്താ പറയണത്? ആ ഒരു ഫെതേഴ്സ് മൊത്തം എന്താണ്? മഡില്, ചെളിയിൽ എന്താണ്? കെട്ടുകൂടി കിടക്കാണ്. എൻടാഞ്ചിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകൂടി കിടക്കാണ്. ഹി ഡസ് നോട്ട് സ്പീക്ക് ഇൻ എ ലാംഗ്വേജ് ദ വില്ലേജ് അണ്ടർസ്റ്റാൻഡ്, നോ ഡസ് ഹി ട്രൈ ടു പെർഫോം മിറാക്കിൾസ് ഓർ പ്രൂവ് ഹിസ് ഡിവനിറ്റി. അപ്പൊ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താണ്? മിറാക്കിൾസ് ഒന്നും കാണിച്ചിരുന്നില്ല. ഒരു ഏഞ്ചൽ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു മിറാക്കിൾസും കാണിച്ചിരുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഇയാൾ പറയണ ഭാഷ മറ്റുള്ളവർക്ക്, ആ വില്ലേജേഴ്സിന് മനസ്സിലാകാത്തൊരു ഭാഷയായിരുന്നു. Despite being locked in a chicken coop and pocket, he does not show anger or resentment. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ആ ഒരു ചിക്കൻ കൂപ്പിന്റെ അകത്ത് ലോക്കായിരുന്ന സമയത്തും ഇയാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? അയാളുടെ ആ ഒരു ദേഷ്യം ആരോടും കാണിച്ചിട്ടില്ല. ആ ഒരു ദേഷ്യം നമ്മുടെ ആ ഒരു വീട്ടുകാരോടായാലും അവിടെ കൂടി നിൽക്കുന്ന നൈബേഴ്സിനോടായാലും നമ്മുടെ ഓൾഡ് മാൻ കാണിച്ചിട്ടില്ല. As years pass, the villagers lose interest in him. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ, ഈ ഒരു ഏഞ്ചൽ ആയിട്ടുള്ള ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ്? വില്ലേജേഴ്സിനായാലും ആ ഫാമിലിക്കായാലും അയാളോടുള്ള ഇൻട്രസ്റ്റ് പോവാണ്. He slowly recovers, growing stronger and regaining his ability to fly. അപ്പൊ ഇയാള് പയ്യെ വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്ക് എന്താണ്? ആ പറക്കാനുള്ള കഴിവൊക്കെ ഇയാൾ വീണ്ടെടുത്തു. ഇയാളുടെ സ്ട്രെങ്ത്തും ആ പറക്കാനുള്ള കഴിവൊക്കെ വീണ്ടെടുത്തു. Finally he flies away, free at last, leaving behind a sense of mystery and wonder. അങ്ങനെ ലാസ്റ്റ് ഇയാൾ പറന്നു പോവാണ്. പറന്നു പോകുമ്പോൾ നമുക്ക് അപ്പോഴും ഒരു മിസ്റ്ററിയും ഒരു വണ്ടറും ബാക്കി വെച്ചാണ് പറന്നു പോണത്. മിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു വിങ്സ് വന്നു? ഇപ്പൊ നമ്മളും ആലോചിക്കും, ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യന് വിങ്സ് വരാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? ഇതൊരു മനുഷ്യനാണ് പറയുന്നത്, മനുഷ്യന്റെ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളാണ്, അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് വിങ്സ് വന്നുകൂടാ ഉള്ളൊരു മിസ്റ്ററി, ഒരു വണ്ടർ നമ്മുടെ മനസ്സിലുണ്ടാവും. The old man with enormous wings, a deeply ambiguous and symbolic character. അപ്പൊ എന്താണ്? ശരിക്കും നമുക്ക് അംബിഗിയസും സിംബോളിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. His appearance, silence and endurance make him an intriguing figure whose meaning is left for the readers to interpret. Is he a fallen angel? അപ്പോ എന്താണ് അയാളുടെ ആ ഒരു സൈലൻസും കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മൾ ആലോചിക്കും, ശരിക്കും ഒരു ഏഞ്ചൽ ആണോ എന്ന് ആലോചിക്കും. കാരണം നമ്മുടെ മനസ്സിലെ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിനിമയിലും അല്ലെങ്കിൽ സീരീസിലോ അല്ലെങ്കിൽ പഴയ സീരിയലിലൊക്കെ കണ്ട ഏഞ്ചൽ എങ്ങനെയാണ്? ഓരോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും കാണില്ല. അപ്പൊ ശരിക്കും ഒരു ഏഞ്ചൽ ആണോ നമുക്കിങ്ങനെ ആലോചിക്കും. ജസ്റ്റ് ആൻ ഓൾഡ് മാൻ ബേർഡൻഡ് ബൈ വിങ്സ്. പിന്നെ ആലോചിക്കുകയാണെന്ത്? ചിലപ്പോൾ ഒരു ഓൾഡ് മാൻ, അയാൾക്ക് ഒരു ബേർഡൻ, ആ ഒരു വിങ്സ് അയാളുടെ ഒരു ബേർഡൻ ആണെങ്കിലോ ഒരു ഭാരമാണെങ്കിലോ എന്ന് ആലോചിക്കും. ഹിസ് മിസ്റ്ററി റിമൈൻസ് അൺസോൾവ്ഡ്. പിന്നെ ലാസ്റ്റ് പറയുന്ന കാര്യമാണ് അയാളുടെ ഒരു മിസ്റ്ററി എന്നാണ് അൺസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്യാരക്ടർ സ്കെച്ച് ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എലിസണ്ട. ഇതിൽ നമ്മുടെ പെലായോടെ വൈഫാണ് എലിസണ്ട. നോക്കാം. Elisenda is a central character in A Very Old Man with Enormous Wings by Gabriel Garcia Marquez. അപ്പോൾ എലിസണ്ട എന്ന് പറയുന്നത് എന്താണ്? A Very Old Man with Enormous Wings എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിന്റെ ചാപ്റ്ററിലെ സെൻട്രൽ ക്യാരക്ടർ ആണ്. ഷീ ഈസ് ദ വൈഫ് ഓഫ് പെലായോ. അപ്പൊ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പെലായോടെ വൈഫാണ് ആര്? എലിസണ്ട. When she and her husband discover the old man with wings in their courtyard, she is initially disturbed by his strange appearance and sees him as a burden. അപ്പൊ എന്താണ്, ഇവളും ഇവളുടെ ഹസ്ബൻഡും ആ ഒരു ഓൾഡ് മാൻ ആ ഒരു കോർട്ട്യാർഡിൽ കണ്ടുപിടിച്ചതിന് ശേഷം അവൾക്ക് എന്താണ്, ആ ഒരു ബേർഡൻ ആയിട്ടാണ്, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ആർക്ക് ഫീൽ ചെയ്യണത്? എലിസണ്ടയ്ക്ക് ഈ ഒരു ഓൾഡ് മാനെ ഫീൽ ചെയ്യണത്. However, when they realize that people are willing to pay to see the old man, Elisenda is quick to take an advantage of the situation. അപ്പോ പീപ്പിൾ എന്താണ്, ഇയാളെ കാണാനായിട്ട് അഡ്മിഷൻ ഫീസ് കൊടുക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാവുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഒരു അഡ്മിഷൻ ഫീസ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാണ്. She suggests charging admission, which eventually makes them wealthy and allows them to improve their home and lifestyle. അതായത് അവരെന്താണ് കുറച്ചും കൂടി വെൽത്തി ആക്കാനും അവരുടെ ഹോം സ്റ്റൈലും ലൈഫ് സ്റ്റൈലും എല്ലാം മാറാനായിട്ട് എന്താണ് അവള് അങ്ങനെ ഒരു ചാർജ് വേണം, ഒരു അഡ്മിഷൻ ചാർജ് വേണമെന്ന് തീരുമാനിക്കുകയാണ്. She finds him irritating and wishes he would leave, showing her lack of empathy. പിന്നെ പറയുന്ന ഒരു കാര്യമാണത്, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് അവൻ എവിടെ എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് ആലോചിക്കുന്നുണ്ട്, എലിസണ്ട ആലോചിക്കുന്നുണ്ട്. ഓക്കെ. When he finally regains his strength and flies away, she watches him with relief rather than gratitude. പിന്നെ ലാസ്റ്റ് പറയുന്ന കാര്യമാണത്, ലാസ്റ്റ് ഇവളാണ് കാണുന്നത്, നമ്മുടെ ഓൾഡ് മാൻ പറന്നു പോണ ആ ഒരു സീൻ കാണുന്നത് ആരാണ്? നമ്മുടെ എലിസണ്ടയാണ് ആ ഒരു സീൻ കാണുന്നത്. ഓക്കെ. എലിസണ്ടാസ് ക്യാരക്ടർ റെപ്രസെന്റ്സ് ഹ്യൂമൻ സെൽഫിഷ്നെസ് ആൻഡ് ദ ടെൻഡൻസി ടു എക്സ്പ്ലോയിറ്റ് വാട്ട് ഈസ് മിസ്അണ്ടർസ്റ്റുഡ്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, എലിസണ്ടയുടെ ക്യാരക്ടർ ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മനുഷ്യന്റെ ഒരു സെൽഫിഷ്നെസ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു സെൽഫിഷ്നെസ് മാത്രമാണ് എലിസണ്ടയുടെ ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നത്. ഷീ എംബോഡീസ് ഹൗ പീപ്പിൾ ഓഫ്റ്റൻ പ്രയോറിറ്റൈസ് ദെയർ കംഫർട്ട് ആൻഡ് ഗെയിൻ ഓവർ കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ പറയുന്ന കാര്യമാണെന്ത്, മനുഷ്യന്മാരുടെ ആ ഒരു പ്രയോറിറ്റി, അവരുടെ കംഫർട്ടാണ് അവരുടെ പ്രയോറിറ്റി എന്ന് കാണിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ് എന്ത്, എലിസണ്ടയുടെ ഈ ഒരു ക്യാരക്ടർ. അപ്പൊ ഈ 3 ക്യാരക്ടറും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.